ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിൽ ഇങ്ങനൊരു ജോണെന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങളെല്ലാവരും നല്ല മനുഷ്യന്മാരാണ്, പക്ഷെ അത്രയും നല്ല മനുഷ്യന്മാർ. ഗ്രാൻഡ് പരിപാടികളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരെ വീട്ടിൽ നിന്ന് മിത്രം എടുത്തിട്ട് ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ മുകളിലേക്ക് മാത്രം ഷൂട്ട് ചെയ്താൽ ഉമറിൻ്റെ ഒരു അധ്യാപകനായിട്ടുണ്ട്. പല അധ്യാപകർ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൈബുള്ളൊരു അധ്യാപകനെ ഞാൻ അബ്രഹാമിൻ്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, അതുപോലെ തന്നെ ഉമറിൻ്റെ പടത്തിലും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇത്രയും യങ്സ്റ്റേഴ്സ്, പുതിയ തലമുറകളുടെ കൂടെയും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനൊക്കെ എങ്ങാണ് നീ എന്നല്ല, നീ സീനിയറാ, നല്ല പ്രായമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ സിനിമയെ കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് പറയാൻ പാടില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും പുറത്ത് പറയാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. കാരണം അങ്ങനെ ഒരു സാധനം മാത്രമാണ് ഇതിന് പിടിച്ചിരിക്കുന്നത്. തമാശയും ഇമോഷനും ഫൈറ്റും സോങ്ങും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു നല്ല ദിവസമാണെന്ന്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഞാൻ എൻ്റെ പൂജയുടെ എന്ന് പറഞ്ഞതാണ്, ഈ മുറ്റത്ത് ഇവിടെയായിരുന്നു പഞ്ചാബി ഹൗസ് ഷൂട്ട് ചെയ്തത്. അതൊരു ഞാൻ അന്നും പറഞ്ഞ പോലെ പറയണം, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓസ്കാർ അവാർഡാണ് ആ സിനിമ. അതുപോലെ തന്നെ ഈ സിനിമയും ഒരു വൻ ഹിറ്റായിട്ട് മാറും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെയാണ് ഷൂട്ടിംഗ് കണ്ടപ്പോൾ അനുഭവപ്പെട്ടത്. അന്ന് പഞ്ചാബി ഹൗസ് ചെയ്തപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആൽബിയാണ്. എൻ്റെ കൂടെ അല്ല, ഞങ്ങളുടെ കൂടെ മൊത്തം ഉണ്ടായിരുന്നു. ലാലക്കണ്ണ ലാലിലൂടെ ഉണ്ടായിരുന്നു. സോങ്ങിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആൽബി ലോലിയുടെ ആൽബിയാണ്. ഇപ്പോൾ ഇതിൽ DOP ആണ്, ഒരു വലിയ DOP ആണ് മലയാള സിനിമയിൽ. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അതുപോലെ തന്നെ അത് ഇവിടെ വെച്ചായതുകൊണ്ട് തന്നെ അതിലേറെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും നേടുന്നു. ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്, നമ്മൾ വേണം കൗണ്ട് ഡൗൺ നടത്താൻ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 5 4 3 2 1 0. സംസാരിക്കാൻ വേണ്ടിയിട്ട് രാഘവൻ സാറിന് വേണ്ടി എല്ലാവർക്കും നമസ്കാരം. ഇത് എനിക്കൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിനിമയാണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിൽ ഇങ്ങനൊരു ജോണെന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരുപാട് പോലീസ് വേഷങ്ങളും സീരിയസ് ആയ കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയ അനുഭവമാണ്. ഒരു ഹ്യൂമറിൻ്റെ ആക്ഷൻ അങ്ങനെയൊക്കെയുള്ള പോകുന്നൊരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. സോ ആണ് ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ആൻഡ് ഒമർ ലുലുവും മാത്യൂസ്ക്കൊക്കെ ഞാനൊക്കെ നന്ദി പറഞ്ഞു. ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് എന്നെപ്പറ്റി ആലോചിക്കാനും ഈ ക്യാരക്ടർ ചെയ്യാനും ആലോചിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പോൾ ടൈറ്റിൽ ലോഞ്ചാണ്. ടൈറ്റിൽ ലോഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഒരു ഇച്ചിരി ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു നോക്കാം. നമ്മുടെ ടീമിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും നല്ല മനുഷ്യന്മാരാണ്, പക്ഷെ അത്രയും നല്ല മനുഷ്യന്മാർ. நாங்கள் நல்லவர் தான், ஆனால் அவ்வளோ நல்லவர் இல்லை. கெட்ட பசங்கப்பா, பேட் பாய்ஸ். இந்த பேட் பாய்ஸோட ஆட்டத்தை தியேட்டரில் நீங்கள் கண்டிருக்கீங்க. பயங்கர பேடாக இருக்குது நம்மளோட. ആക്ച്വലി ഇതിൻ്റെ പ്രൊഡ്യൂസർ എബ്രാഹാം മൈക്കിൾ, എൻ്റെ സ്വന്തം ഭർത്താവ്, സ്ഥലത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ദുബായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞു. കാരണം കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു. ഈ ഒരു സിനിമ ഞങ്ങളുടെ അബാ മൂവീസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്ന, എസ്പെഷ്യലി റഹ്മാൻ സാർ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ട് ആരാധിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിലെന്ന്. ഇത് കൂടാതെ തന്നെ ഒരുപാട് സർപ്രൈസ് അപ്പിയറൻസസും ഈ സിനിമയിലുണ്ടാവും. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് ഒമറിക്ക
ആണ് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ പേരിലും അബാ മോസിൻ്റെ പേരിലും എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും എല്ലാ ഓൺലൈൻ മീഡിയാസിനും ഒപ്പം ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും പ്രത്യേകം നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചാൻസ് വെച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഫേക്ക് ഐഡിയ ആണെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഡയറക്ടർ ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചാൻസ് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സൈജു ചേർന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇത്ര ഒരു ഗ്രാൻഡ് പരിപാടികളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ നേരെ വീട്ടിൽ നിന്ന് മിത്രം എടുത്തിട്ട് പോകുന്നു, സാധാരണ ഷൂട്ടിങ്ങിന് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇതിൻ്റെ മുകളിലേക്ക് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. ഒമർ പറഞ്ഞ കറക്റ്റാണ്. ഒമറിൻ്റെ ഫസ്റ്റ് പടം ഹാപ്പി വെഡ്ഡിങ്. അപ്പം കുറേ പേർക്ക് അറിയാമായിരിക്കും ഞാൻ ചാൻസ് ചോദിക്കുന്നതിൽ ഒരിക്കലും മടി വിചാരിക്കാത്ത ഒരാളാണ്. അപ്പോൾ അടിപൊളി സെന്തിൽ. അപ്പോൾ അങ്ങനെ ഹാപ്പി വെഡ്ഡിങ്ങിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ, അനൗൺസ്മെൻറ്റ് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ അതിലൊരു പരിപാടി ഉണ്ടെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ഒമറിനെ തപ്പിപ്പിടിച്ച് നമ്പറൊന്നുമില്ല, അപ്പം ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു. അങ്ങനെ അദ്ദേഹം എനിക്ക് ആ പടത്തിലൊരു ഉഗ്രൻ ക്യാരക്ടർ, ധാനേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് തന്നു. എബ്രാഹിം ചേട്ടൻ്റെ പടത്തിൽ 1-2 പ്രാവശ്യം ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഡേറ്റിൻ്റെയൊക്കെ ഇഷ്യൂസ് കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ദൈവം അനുഗ്രഹിച്ചത് സാധിച്ചു. എന്തായാലും ബാഡ് ബോയ്സ് ഇപ്പോൾ ഈ ഒരു വലിയ ഒരു ബമ്പർ ലുക്കാണ് ഇതിന്. ഈ ഒരു ലുക്ക് പോലെ തന്നെ ഇതൊരു ബമ്പർ ഹിറ്റാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത് നമ്മുടെ ഓണക്കാലത്ത് റിലീസാകാൻ പോകുന്ന പടമാണ്. ഇത് ഉറപ്പായിട്ടും ഒരു വലിയ ഹിറ്റായിരിക്കും. താങ്ക് യു. നമ്മുടെ പടം തുടങ്ങണമെന്ന് നല്ല ചൂടായിരുന്നു. അന്ന് ബാല കോട്ടിട്ടാ വന്നത്. ഇന്ന് നല്ല മഴയുള്ള ദിവസം ഒറ്റ ഷർട്ടിട്ടാ വന്നില്ല. ഇത്ര ഔചിത്യബോധമുള്ള ഒരാൾ അറിയില്ല. എന്തായാലും ഇന്നത്തെ ഡ്രസ്സിങ്ങിൽ ഞാൻ അംഗീകരിക്കുന്ന സൈജുവിന് ഈ ധൈര്യം ഇട്ട് വരാനുള്ള ഈ വന്നൊന്നും മുതലുള്ള ഒരു എനർജി ഉണ്ട്, ഒരു ദൈവികമായ സ്പർശമുണ്ട്. നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ബാലാണെങ്കിലും ദൈവമാണ് യഥാർത്ഥത്തിലെ കൺട്രോളർ. കാരണം ഇപ്പോൾ പോലും ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ്. നമ്മുടെ എല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്ര എൻജോയ് അല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമറിൻ്റെ ഒരു അധ്യാപകനായിട്ടുണ്ട്. പല അധ്യാപകർ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൈബുള്ളൊരു അധ്യാപകനെ കിട്ടിയതില്ല. കാരണം എന്നെ ഒരു കലാകാരന് അവസരം കിട്ടിയാലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കലാകാരനും ആ ഒരു അവസരം കൊടുക്കുന്ന ഒരു സംവിധായകൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാ അല്ലാഹ് ഇത് ഹിറ്റിനപ്പുറം ഒന്നും വിചാരിക്കേണ്ട, അതിൻ്റെ അപ്പുറം പോകും. കാരണം ആ ഒരു വൈബിലുണ്ട്. ബാഡ് ബോയ്സ് എനിക്ക് തോന്നുന്നു ഒരു വേൾഡ് ഹിറ്റ് തന്നെയായിരിക്കും, അതിൽ സംശയമില്ല. കാരണം ഓരോ സീൻസിലും ആ പഞ്ചസ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ബിബിനാണെങ്കിലും സെന്തിലാണെങ്കിലും ആൻസനാണെങ്കിലും ഞങ്ങളുടെയൊക്കെ നേതാവായിട്ട് വരുന്ന റഹ്മാൻ സാറ്, എല്ലാ അസോസിയേഷനും ഫെഫ്റ്റീൻ്റെ അമ്മീൻ്റെ എല്ലാം കൂടെ. കാരണം ഒരു മീറ്റിംഗ് വേണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നടത്താൻ പറ്റും. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ചോദിച്ചു അമ്മയുടെ ഒരു മീറ്റിംഗ് ഇവിടെ നടത്താൻ പറ്റൂലെന്ന് ചോദിച്ചു. കാരണം അത്ര മെമ്പേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, യാതൊരു സംശയമില്ല. അത് എഴുതി വെച്ചോ, നോ ഡൗട്ട്. ഈ ബാഡ് ബോയ്സിലെ ഒരു ബാഡ് ബോയ് ആവാൻ ഉള്ള ഭാഗ്യം തന്നതിന് അബാ മൂവീസിനോടും ഒമറിക്കയോടും ഇതിൻ്റെ മുഴുവൻ അണിയറ പ്രവർത്തകരോടും നന്ദി പറയുകയാണ്. ഈ ഷൂട്ടിങ് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, എനിക്കിത് തീരുന്ന സമയത്ത്, ഷൂട്ടിംഗ് തീരുന്ന സമയത്ത് മിക്കവാറും ഇതിന് ഞാനൊക്കെ കരയും തോന്നുന്നല്ലേ. എന്നാൽ അത്ര എൻജോയ്മെൻ്റാണ് ഞങ്ങൾ എല്ലാവരും. റഹ്മാനിക്കൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇപ്പോൾ ഊട്ടി സ്കൂളിൽ പഠിച്ച ആളിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളുടെ അത്രയും നമ്മളോട് ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് പറയുന്നത് അല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നത് റഹ്മാനിക്കയുടെ കൂടെ ചെയ്തതിൽ തന്നെയാണ് സത്യത്തിൽ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ എനിക്ക് സിനിമ വലുതും ചെറുതൊക്കെ ആവുന്നത് തിയേറ്ററുകളിലാണ്, ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, കാരണം ഇന്നേ വരെ കാണാത്ത ഒരു റഹ്മാൻ സാറിൻ്റെ പെർഫോമൻസ് അത് നിങ്ങൾക്ക് എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു. എന്തായാലും സന്തോഷം. നിങ്ങൾ എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ ഒരു വലിയൊരു ടീമിൻ്റെ കൂടെ റഹ്മാനിക്കയുടെ കൂടെ നമുക്ക് അഭിനയിക്കാൻ പറ്റും. സഹജേട്ടനുണ്ട്, ടണിച്ചേട്ടനുണ്ട്.
ബിബിനുണ്ട്, സിന്ധുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ട് വളരെ കമ്പനിയാണ് നമ്മളിത്. അപ്പോൾ ഇവിടെ ദിവസം നമ്മളിവിടെ വരുന്ന ഒരു സ്കൂളിൽ പോകാനാണ്. സ്കൂളിൽ വരുന്നു, ഇവിടെ അടിച്ചു പൊളിക്കുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയാണ്. അല്ലാണ്ട് ഇത്ര സമയത്തിന് ഇവിടെ വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ പോകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമം. അപ്പോൾ അതിൻ്റെ ഒരു ചിരി മഴ നമുക്ക് എന്തായാലും തിയേറ്ററിൽ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ നിങ്ങളെല്ലാവരും നന്ദി മീഡിയ. ഓക്കെ, പ്രധാനമായിട്ട് ഒരാളെ കൂടി പരിചയപ്പെടുത്താനുണ്ട്. വേറെ ഒന്നുമില്ല, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സാരംഗിരെ. ഒരു സ്ക്രിപ്റ്റ് പ്രത്യേകം പറഞ്ഞു, അല്ല സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമയില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും റൈറ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ റൈറ്റർ ആയിട്ട് പറഞ്ഞാൽ റൈറ്റർ പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല. സാറേ താങ്ക് യു. സന്തോഷം തോന്നി, ഒത്തിരി സന്തോഷം. അബ്രഹാം സാറ് നമ്മുടെ ബൈബിൾ സന്തോഷേട്ടൻ്റെ കല്യാണത്തിൽ വെച്ച് തന്നെ കണ്ടപ്പോൾ സുധീരൊരു വേഷമുണ്ട് പുറത്തു നിന്ന്. പക്ഷെ ഇത്രയും ഗംഭീര വേഷമാണ് ഈ മനുഷ്യൻ എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഞാൻ കരഞ്ഞു പോകും. കാര്യം എന്ന് പറഞ്ഞാല് എന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. ഒത്തിരി സന്തോഷം. പ്രേമ സാറിന്റെ കൂടെ ഞാനൊക്കെ കൊച്ചിലെ അദ്ദേഹത്തിന്റെ സിനിമ പാത്രത്തിലും അതിലിരുന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളത്. ആ മനുഷ്യന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും പിന്നെ എന്തായാലും ഒത്തിരി സന്തോഷം. ഈ സിനിമ ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് ഇതില്, ഒത്തിരി പേര്. ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമ മുഴുവനുണ്ട്. ഈ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അബാ മോറിസിന്റെ രണ്ടാമത്തെ സിനിമയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പുതിയ നിയമമാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. റഹ്മാൻയുടെ കൂടെയും ഒമറിന്റെ കൂടെയും ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രില്ലാണ്. ഒറ്റവാക്കിൽ പറയാം, കാരണം ഒരുപാട് പേരുണ്ട്. അശോക് ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പഞ്ചാബി ഹൗസായിരിക്കും ഈ സിനിമ. പറ്റില്ലെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. ചില ഡേറ്റ് ക്ലാഷ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഒമർ വിളിച്ചു. ഇന്ന് എനിക്ക് തോന്നുന്നു അവസാന ദിവസമാണെന്നുള്ളത്. എൻ്റെ ഒരു സോറി ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് എന്തായാലും സിനിമയിൽ പറയുന്ന പോലെ ഒമർ ഫൺ തന്നെയായിരുന്നു സെറ്റ്. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കണം. അപ്പോൾ എന്തായാലും സിനിമയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഫണ്ണൊക്കെ സിനിമയിൽ ഉണ്ടാവും ഉറപ്പായിട്ടും. അതെ, അപ്പോൾ എന്തായാലും എല്ലാവരും കാണും പടം, എന്തായാലും ഉറപ്പാണ്. താങ്ക് യു. എല്ലാവരും മഴ നനയുന്നുണ്ട്. ഇവിടെ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വലിയ ആൾക്കാരെ കൂടി അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഭാഗ്യമായിട്ട് കഴിയുന്നു. പിന്നെ ഇതിൽ തന്നെ ഇതിൻ്റെ ഒമർക്ക ഫൺ മൂവിയാണ്. അടിപൊളിയായിട്ട് ഇവിടെ നല്ല ഫണ്ണായിട്ടാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഉമറിക്കയുടെ കൂടെ ചങ്സ് എന്ന് പറഞ്ഞ മൂവിയാണ് ഞാൻ ചെയ്തത്. സോ അതിൻ്റെ ഇനീഷ്യൽ ടൈമായിരുന്നു. ആൻഡ് അതൊരു നല്ലൊരു സോണിയ മിസ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കരമായിട്ട് സെൻസേഷണൽ ആക്കിയ ഒരു സൂപ്പർ ഡയറക്ടറാണ്. നല്ല അടിപൊളിയായിട്ട് യൂത്തിൻ്റെ സബ്ജക്റ്റ് എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ്. യൂത്തും ഫാമിലിയും എല്ലാവർക്കും കൂടിയാണ്. സോ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. ആൻഡ് ഞാൻ അറിഞ്ഞു ഉമറിക്കയുടെ ഒരു അടിപൊളി പടം ഇനി ഉടനെ തന്നെ വരാൻ പോകുന്നു. സോ ഓടി വന്നെയാണ് ഫോറിക്ക. ആൻഡ് എല്ലാം സൂപ്പർ ഡൂപ്പർ, എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. ഗംഭീര ഒരു പ്രോജക്റ്റ് ആവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഉമർ സാർ. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. നല്ലൊരു ചാൻസ്. താങ്ക് യു. ഇത്രയും വലിയ ആക്ടേഴ്സിനോട് അഭിനയിക്കുന്നതിന് വളരെ സന്തോഷം. ഏറ്റവും ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് അറിയുന്ന നടികറിലാണെങ്കിലും നല്ല കൊലകൊല്ലി ഫ്രെയിംസ് വെച്ച ആൽബി ചേട്ടൻ നമസ്കാരം. ഒന്നും പറയാനില്ല. എല്ലാ സിനിമയിലെയും ഇത് താർക്കും ഞങ്ങൾ അടിപൊളിയാക്കും. താങ്ക് യു വെരി മച്ച്. ഇത് വൈകിട്ട് ഞാൻ സാധാരണ എല്ലാ ദിവസവും ഒമർ 9 എന്ന് പറയുന്ന അമീറിനെ വിളിക്കും. അടിപൊളിയായിട്ട് വന്നിട്ട് പടം ഇതുവരെ എല്ലാവരും സപ്പോർട്ട് വേണം. വന്ന ഓൺലൈൻകാർക്ക് എല്ലാവർക്കും താങ്ക് യു. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ശരി. ഓക്കെ റെഡി. എവിടെയുണ്ട് ചേട്ടാ? ഒരു സെക്കൻഡ് വേണ്ടി മാത്രം